ഇറ്റ്സ് അഖില അജയൻ ഫ്രം രോഹിണി ഹോമിയോ ക്ലിനിക്. അടുത്ത സമയത്ത് നിങ്ങൾക്ക് വയറുവേദന കാരണം ബുദ്ധിമുട്ടുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണും. ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറ്റുവേദനയെ നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നു. ഇത് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി ഡിസ്മെനോറിയയും ഒന്ന് സെക്കൻഡറി ഡിസ്മെനോറിയയും. പ്രൈമറി ഡിസ്മെനോറിയ എന്ന് വെച്ചാൽ ഒരു കുട്ടി എന്നാണോ ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത് അന്ന് തൊട്ടേ അവൾ അനുഭവിക്കുന്ന വേദനയാണ് പ്രൈമറി ഡിസ്മെനോറിയ. ഇത് മിക്കവാറും ഇതിനൊരു പത്തോളജിക്കൽ കണ്ടീഷൻ കണ്ടുവരാറില്ല. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയ അങ്ങനെയല്ല. സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിനൊരു പത്തോളജിക്കൽ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അതായത് ആദ്യമേ അത് പീരീഡ്സ് ആയി കുറച്ച് നാളൊന്നും വയറുവേദനയില്ല. പിന്നീട് അവളുടെ ലൈഫ് ടൈം നമുക്ക് വയറുവേദന അനുഭവപ്പെടുന്നു, അവളുടെ ദിനചര്യയിൽ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. ഇതിനൊരു പത്തോളജിക്കൽ കണ്ടീഷൻ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ആ പത്തോളജിക്കൽ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് യൂട്രസിന് ഉണ്ടാകുന്ന ഫൈബ്രോയിഡ്സ്, അല്ലെങ്കിൽ അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതും അല്ലെങ്കിൽ ഓവറിക്ക് ഉണ്ടാകുന്ന സിസ്റ്റ് പോലുള്ള അവസ്ഥകൾ, ഇതെല്ലാമാവും ഇതിൻ്റെ കാരണങ്ങൾ. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ പീരീഡ് സമയത്ത് വയറുവേദന വരുമ്പോൾ എല്ലാവരും ഓടിപ്പോയി മെഫ്താൽ വാങ്ങി കഴിക്കുകയാണ് പതിവ്. എന്നാൽ ഇത് ഒരു താൽക്കാലിക പരിഹാരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നിങ്ങളിത് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യരുത്. ഒരു സ്കാൻ എടുക്കുകയോ ഒരു ഡോക്ടറിനെ കാണുകയോ ഡോക്ടറിൻ്റെ അഭിപ്രായം തേടുകയോ ചെയ്ത് ഈ കോഴ്സിന് ട്രീറ്റ് ചെയ്താലേ ഇത് പൂർണ്ണമായും മാറത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടും നിങ്ങളുടെ കണ്ടീഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടും നിങ്ങളെ അകറ്റുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്.